ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡെയിലി മ്യൂസിക് പ്രൊഡക്ഷൻ സെഷൻ വിത്ത് സെൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വർക്ക് സ്പേസ് സെലക്റ്റിന് ശേഷമുള്ള നമ്മുടെ ഹോം സ്റ്റുഡിയോ സെറ്റപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള ഫർണിച്ചേഴ്സും ആക്സസറീസും എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് വളരെ അത്യാവശ്യമായ ഫർണിച്ചേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് സ്റ്റുഡിയോ ഡെസ്ക് അഥവാ വർക്ക് സ്റ്റേഷൻ, രണ്ട് നമുക്ക് വളരെ അത്യാവശ്യമായി വരുന്നത് സ്റ്റുഡിയോ ചെയർ, മൂന്നാമത് നമുക്ക് ആവശ്യമായിട്ട് വരുന്നതാണ് നമ്മുടെ മൈക്രോഫോൺ സ്റ്റാൻഡ്, നാലാമത് ആവശ്യമായിട്ട് വരുന്നത് നമ്മുടെ ഇൻസ്ട്രുമെന്റ് വെക്കാനുള്ള സ്റ്റാൻഡ്, കീബോർഡ് സ്റ്റാൻഡ്, ഗിറ്റാർ സ്റ്റാൻഡ് ലൈക്ക് ദാറ്റ്. നമ്മുടെ സ്റ്റുഡിയോയിലെ വളരെ അത്യാവശ്യമായ ഇമ്പോർട്ടൻറ്റ് ആക്സസറി ഈ സ്റ്റുഡിയോ മോണിറ്റർ സ്റ്റാൻഡ്. സ്റ്റുഡിയോ ഡെസ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഡിവൈസുകൾ ആക്സസറീസ് ഒക്കെ എന്തോരം ഉണ്ട് എന്ന് അനുസരിച്ചിട്ട് വേണം നമ്മൾ ഡെസ്ക് വാങ്ങാൻ അല്ലെങ്കിൽ മേക്ക് ചെയ്യാൻ. ഈ സ്റ്റുഡിയോ ചെയർ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ സിറ്റിങ്ങിനും പൊസിഷനും അതുപോലെ ഹെൽത്തിനും ഒക്കെ ആപ്റ്റ് ആവുന്ന രീതിയിലുള്ള ചെയർ എപ്പോഴും വാങ്ങാൻ ശ്രമിക്കുക. സ്റ്റുഡിയോ മോണിറ്റർ സ്റ്റാൻഡ് നമ്മൾ വാങ്ങുന്ന മോണിറ്ററിൻ്റെ ഷേപ്പും മോണിറ്ററിൻ്റെ സൈസും അനുസരിച്ച് വേണം നമ്മൾ സ്റ്റുഡിയോ മോണിറ്റർ സ്റ്റാൻഡ് വാങ്ങാൻ. അപ്പോൾ യൂണിവേഴ്സൽ ആയിട്ടുള്ള സ്റ്റുഡിയോ മോണിറ്റർ സ്റ്റാൻഡുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അത് നോക്കി വാങ്ങുക, നല്ല മെറ്റീരിയലും കമ്പനി നോക്കി വാങ്ങുക. അടുത്തത് മൈക്രോഫോൺ സ്റ്റാൻഡ്. ഇതുപോലെ തന്നെ മൈക്രോഫോൺ സ്റ്റാൻഡ് നമുക്ക് എങ്ങനെയാണോ ആവശ്യം നമുക്ക് അതനുസരിച്ച് വേണം നമ്മൾ വാങ്ങാൻ. നല്ല മെറ്റീരിയലും നല്ല കമ്പനിയും നോക്കി വാങ്ങുക. അതുപോലെ ഇൻസ്ട്രുമെന്റ് സ്റ്റാൻഡ്, ഇപ്പോൾ മിഡി കീബോർഡ് അല്ലെങ്കിൽ കീബോർഡ്, പിയാനോ, സിന്തസൈസേഴ്സ്, ഗിറ്റാർ, അതിനൊക്കെ ആവശ്യമായ സ്റ്റാൻഡുകൾ നമ്മളെപ്പോഴും സ്റ്റുഡിയോയിൽ വേണം. അപ്പോൾ അത് നോക്കി വാങ്ങുക. ഇതിന് പുറമേ നമുക്ക് ആവശ്യമുള്ള കുറച്ച് ആക്സസറീസ് ഉണ്ട്. അത് പ്രധാനമല്ല, പക്ഷേ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. നമുക്ക് നമ്മുടെ സ്പേസ് അനുസരിച്ച് വാങ്ങാം. ഹെഡ്ഫോൺ ഹാങ്ങർ, അതുപോലെ ഓഡിയോ ഗിയർ റാക്ക്, അതുപോലെ കേബിൾ ഓർഗനൈസർ അല്ലെങ്കിൽ ക്ലിപ്പുകൾ, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡിയോയിൽ ആവശ്യമുള്ള LED ലൈറ്റ്സ്, അനദർ ആക്സസറീസ് ഓഫ് ലൈറ്റ്സ്. അതുപോലെ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ലാപ്ടോപ്പ് സ്റ്റാൻഡുകൾ ഉപയോഗിക്കാം, അത് വളരെ നല്ലതാണ്. അതുപോലെ ഐസൊലേഷൻ പാഡ്സിനുള്ള സ്റ്റാൻഡുകൾ, അക്വസ്റ്റിക് പാനൽസ് ഉപയോഗിക്കുന്ന സ്റ്റാൻഡുകൾ നമുക്കുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. നമ്മുടെ സ്റ്റുഡിയോയിൽ വളരെ അത്യാവശ്യമുള്ള ഒരു സംഭവമാണ് സോഫ ഓർ ചെയർസ്. അത് നമ്മളിതുപോലെ നമ്മുടെ സ്റ്റുഡിയോയുടെ സ്പേസും നമ്മുടെ നീഡും അനുസരിച്ച് നോക്കി വാങ്ങുക. അപ്പോൾ ഇത്രയും ആക്സസറീസും ഫർണിച്ചേഴ്സും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റുഡിയോ പ്രിപ്പറേഷൻ തുടങ്ങാം. അപ്പോൾ എൻ്റെ ഹോം സ്റ്റുഡിയോ ഞാൻ എന്തൊക്കെ ഫർണിച്ചേഴ്സാണ് എന്തൊക്കെ ആക്സസറീസാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള വീഡിയോ ഞാൻ നെക്സ്റ്റ് പാർട്ടിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്.